വാർസിറ്റി ഫുട്ബോൾ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ സംബന്ധമായ എല്ലാ ന്യൂസ് അപ്ഡേറ്റ്സിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബ്രസീൽ ടീമിൽ വരാൻ പോകുന്ന പുതിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കാർലോ ആൻസിലോട്ടി ആയിരിക്കും ബ്രസീൽ ഫുട്ബോൾ ടീമിന്റെ പുതിയ കോച്ച്. ബ്രസീലിന്റെ ആദ്യത്തെ വിദേശ കോച്ച് കൂടിയാണ് ഇദ്ദേഹം. ബ്രസീലിയൻ ഇതിഹാസമായ കാക്കയെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് കോച്ചായി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കൂടാതെ 2023 ഒക്ടോബറിന് ശേഷം ടീമിൽ സ്ഥാനം ലഭിക്കാതെ പോയ കസമീറോയെ ടീമിലേക്ക് തിരിച്ചുകൊണ്ടുവരണം എന്നുകൂടി അദ്ദേഹം ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. 2026 ഫിഫ വേൾഡ് കപ്പിനായി ബ്രസീൽ ടീമിനെ ക്വാളിഫൈ ചെയ്യിപ്പിക്കുക എന്നതായിരിക്കും അദ്ദേഹത്തിന്റെ മുൻഗണന. നിലവിൽ ലാറ്റിനമേരിക്കയിൽ നിന്നും അർജന്റീന മാത്രമാണ് യോഗ്യത നേടിയിരിക്കുന്നത്. ബ്രസീൽ 4ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. ഇനി വരുന്ന എല്ലാ മത്സരങ്ങളും ബ്രസീൽ ടീമിന് നിർണായകമായിരിക്കും. 4 മത്സരങ്ങളാണ് ഇനി ബ്രസീലിന് ശേഷിക്കുന്നത്. ജൂൺ 6-ന് ഇഗ്ഡോറുമായും ജൂൺ 11-ന് പരാഗ്യുമായും തുടർന്ന് സെപ്റ്റംബർ 9-ന് ചിലിയോടൊപ്പവും അവസാനത്തെ മത്സരം സെപ്റ്റംബർ 14-ന് ബൊളീവിയോടൊപ്പം കൂടിയായിരിക്കും ഏറ്റുമുട്ടുന്നത്. അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റിയൽ മാഡ്രിഡ് ഫുട്ബോൾ ക്ലബിനെക്കുറിച്ചാണ്. 2024-25 സീസണിൽ റിയൽ മാഡ്രിഡ് വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ. സീസണിൽ സാന്റിയാഗോ ബെർണാബ്യൂയുടെ ഷെൽഫിൽ ട്രോഫി ഒന്നും നേടാൻ കഴിയാത്തതുകൊണ്ട് ആൻസിലോട്ടിയെ മാറ്റുകയും സാബി അലോൺസോയെ അവരുടെ പുതിയ കോച്ചായി നിയമിക്കുകയും ചെയ്തു. കഴിഞ്ഞ സീസണിൽ റിയൽ മാഡ്രിഡിന്റെ പ്രശ്നങ്ങൾ മുഴുവനും ഡിഫൻസിലായിരുന്നു. ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ 2 പുതിയ ട്രാൻസ്ഫറുകൾ നടത്തിയിരിക്കുകയാണ് റിയൽ മാഡ്രിഡ് ഇപ്പോൾ. സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കാനായി AFC ബോൺമോത്തിൽ നിന്നും ഡീൻ ഹ്യൂസനും റൈറ്റ് ബാക്ക് പൊസിഷനിൽ ലിവർപൂളിന്റെ ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡിനെയും സ്വന്തമാക്കി. താരനിബിഡമായ റിയൽ മാഡ്രിഡിനെ എങ്ങനെയാകും സാബി അലോൺസോ വരും സീസണിനു വേണ്ടി സജ്ജമാക്കുക എന്നതറിയാനാണ് ഓരോ റിയൽ മാഡ്രിഡ് ആരാധകരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇനിയപ്പോൾ ആരായിരിക്കും ലിവർപൂളിൽ ട്രെന്റ് അലക്സാണ്ടറിന്റെ പകരക്കാരൻ? എന്ത് ചെയ്യും ആലോചിച്ചിട്ടൊരെത്തും പിടിയും കിട്ടുന്നില്ല. ഈയിടെ പുറത്തുവരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ജെർമി ഫ്രിംപോങ് ആയിരിക്കും ലിവർപൂളിന്റെ അടുത്ത റൈറ്റ് ബാക്ക് എന്ന് പ്രതീക്ഷിക്കാം. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. ഫ്രിംപോങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 സീസണുകളിൽ ബുണ്ടസ്ലിഗയിൽ വമ്പൻ കുതിപ്പ് നടത്തുന്ന ബെയർ ലെവർകൂസന്റെ താരങ്ങളിൽ ഒരാളാണ് ഇദ്ദേഹം. ലിവർപൂളിന് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച റൈറ്റ് ബാക്കിനെയാണ് അവർ സൈൻ ചെയ്തിരിക്കുന്നത്. ബെയർ ലെവർകൂസന്റെ ഭാവി ഇനി എന്തായിരിക്കും? ഇടിവെട്ടിവന്റെ തല പാമ്പ് കടിച്ചോടാ ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് ഒരു 7-7:30 ആയി കാണും. 2022-ലാണ് സാബി അലോൺസോ ലവർകൂസനിൽ വരുന്നത്. തുടർന്ന് മികച്ച പ്രകടനം ടീം കാഴ്ചവെക്കുകയും ചെയ്തു. എന്നാൽ അലോൺസോ റിയൽ മാഡ്രിഡിലേക്ക് കൂടുമാറിയതിനാൽ ആരായിരിക്കും ഇനി പുതിയ കോച്ച് എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പുറത്തു ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മുൻ കോച്ചായ എറിക് ടെൻഹാഗായി ബോർഡ് മെമ്പേഴ്സ് ചർച്ചകൾ നടന്നുവരുന്നതായി അറിയാൻ കഴിഞ്ഞു. കഴിഞ്ഞ 1 വർഷമായി അദ്ദേഹം ഒരു ടീമിന്റെയും ഭാഗമായിരുന്നില്ല. 2019 ചാമ്പ്യൻസ് ലീഗിലെ കറുത്ത കുതിരകളായ AFC അജാക്സിനെ സെമിഫൈനൽ വരെ എത്തിച്ച കോച്ച് കൂടിയായിരുന്നു അദ്ദേഹം. പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും തിരക്കേടില്ലാത്ത ഒരു കരിയർ റെക്കോർഡ് സൃഷ്ടിക്കാൻ കൂടി അദ്ദേഹത്തിന് സാധിച്ചു. ബെയർ ലെവർകൂസനിൽ എറിക് കൊണ്ടുവരാൻ പോകുന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം. ആർസനൽ ഫുട്ബോൾ ക്ലബിന്റെ ഏറ്റവും പുതിയ വാർത്തകളാണ് നമ്മൾ ഇനി നോക്കുന്നത്. നിലവിൽ മൈക്കിൾ ആർട്ടറ്റയുടെ പരിശീലനത്തിൽ വളരെ നന്നായി കളിക്കുന്ന ടീമാണ് ആർസനൽ. കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി തൊട്ടില്ല എന്ന പോലെയാണ് ആർസനലിന് പ്രീമിയർ ലീഗ് നഷ്ടമായത്. നിലവിൽ അനുയോജ്യനായ സ്ട്രൈക്കറില്ലാതെ കളിച്ചുകൊണ്ടിരുന്ന ആർസനലിന് ഒരു പുതിയ സ്ട്രൈക്കർ സൈൻ ചെയ്തിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് പോർച്ചുഗീസ് ക്ലബ്ബായ സ്പോർട്ടിംഗ് ലിസ്ബണിന്റെ സ്വെഡിഷ് സ്ട്രൈക്കർ വിക്ടർ ഗ്യോക്കറീസിനെയാണ് സൈൻ ചെയ്തിരിക്കുന്നത്. ഭീകരൻ കൊട്ടും ഭീകരൻ പറഞ്ഞു വരുമ്പോ എന്റെ ഒരു പഴയ ശിഷ്യനായിട്ട് വരും.
ഏതൊരു ക്ലബിനെയും ആകർഷിപ്പിക്കുന്ന ഒരു കരിയർ റെക്കോർഡാണ് ഗ്യൊക്കെറസിനുള്ളത്. ഇതുവരെ 33ഓളം ലീഗ് മാച്ചുകളിൽ നിന്ന് 39 ഗോളുകളും 7 അസിസ്റ്റുമാണ് അദ്ദേഹം കൈവരിച്ചിട്ടുള്ളത്. ഈ വർഷത്തെ ചാമ്പ്യൻസ് ലീഗിൽ മാത്രം 8 മത്സരങ്ങളിലായി 6 ഗോളുകളും 1 അസിസ്റ്റും നേടി. മറ്റൊരു വാർത്ത വരുന്നതെന്തെന്നാൽ അവരുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ തോമസ് പാർട്ടി ക്ലബ്ബ് വിടുമെന്ന തരത്തിലാണ്. ഈ ഒഴിവിലേക്ക് റിയൽ സൊസൈഡാഡിന്റെ മിഡ്ഫീൽഡ് ജീനിയസായ മാർട്ടിൻ സുബിമെന്റി സൈൻ ചെയ്തു എന്നാണ് അറിയുന്നത്. 26-കാരനായ സുബിമെന്റി ഒരു മികച്ച കരിയർ റെക്കോർഡുള്ള ആളാണ്. പല ക്ലബ്ബുകളും അദ്ദേഹത്തെ വാങ്ങാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ ആർക്കും അദ്ദേഹം കൈകൊടുത്തിരുന്നില്ല. ഒടുവിൽ ഇപ്പോൾ അദ്ദേഹം അർസനലിനു വേണ്ടി ഒപ്പുവെച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതെല്ലാമാണ് പുതിയ ഫുട്ബോൾ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഹിറ്റ് ചെയ്യുക. തുടർന്നും ഇതുപോലെയുള്ള ഫുട്ബോൾ അപ്ഡേറ്റ്സ് നിങ്ങൾ കാണാൻ താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ ഫുട്ബോൾ വാർത്തകളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.